PSC ട്രെൻഡ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ SCRT ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. LDC സിലബസ് മൊഡ്യൂൾ 2 പ്രകാരമുള്ള ക്ലാസ്സുകളാണ്. അതിൽ SCRT ചാപ്റ്റേഴ്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ ഭൂമിശാസ്ത്രത്തിലെ നമ്മളെ 10ാം ക്ലാസ് ജിയോഗ്രഫിയിലെ 7ാമത്തെ അധ്യായമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങളെ കുറിച്ചുള്ളതിൽ ഉത്തര മഹാസമതലം, ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി എന്നീ ഭാഗങ്ങൾ നമ്മൾ മുൻ വീഡിയോകളിലൂടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന ഭാഗമാണ് തീരപ്രദേശം. ഇതിൽ സുന്ദര തീരങ്ങളിലൂടെ എന്ന ഹെഡിങ് കൊടുത്തിട്ട് ആണ് ഈ തീരപ്രദേശത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത്. ഈ ജലഛായാചിത്രങ്ങൾ പോലെ മനോഹരങ്ങളാണ് ഇന്ത്യയിലെ ഓരോ കടൽ തീരവും എന്ന് പറഞ്ഞാൽ തീരത്തെക്കുറിച്ചുള്ള വർണ്ണനയാണ്. അതുപോലെ പിന്നെ നമുക്ക് സ്റ്റുഡൻസിന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വർക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ഗുജറാത്ത് മുതൽ പശ്ചിമ ബംഗാൾ വരെ നമ്മൾ തീരപ്രദേശത്ത് കൂടി പോവുകയാണെങ്കിൽ ഏതൊക്കെ സംസ്ഥാനത്തിലൂടെ ടച്ച് ചെയ്യും എന്നുള്ളത്. അപ്പോൾ തീരപ്രദേശം വരുന്ന സംസ്ഥാനങ്ങളാണ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് മാപ്പ് നോക്കി കണ്ടുപിടിക്കാനാണ്. അത് നിങ്ങൾക്ക് നോക്കിയിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ക്ലാസ് വേറെ തരാം. ഓക്കെ. ഇനി തീരപ്രദേശത്തെക്കുറിച്ചാണ് പറയുന്നത്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ തുടങ്ങി ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെ നീളുന്ന ഇതാണ് തീരപ്രദേശം. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെയാണ് ഇന്ത്യയുടെ തീരപ്രദേശം നീണ്ടുകിടക്കുന്നത്. ഏകദേശം 6100 കിലോമീറ്റർ നീളമുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ തീരപ്രദേശത്തിൻ്റെ ഏകദേശം നീളം 6100 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ തീരപ്രദേശത്തിൻ്റെ നീളം 6100 കിലോമീറ്ററാണ്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെയാണ് ഇന്ത്യയിലെ തീരപ്രദേശം വ്യാപിച്ച് കിടക്കുന്നത്. ഇന്ത്യയുടെ തീരസമതലങ്ങളെ രണ്ടായി തരംതിരിക്കാം. പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലവും. പടിഞ്ഞാറൻ തീരസമതലം എന്നും കിഴക്കൻ തീരസമതലം എന്നും രണ്ടായിട്ട് ഇന്ത്യയുടെ തീരസമതലങ്ങളെ തരംതിരിക്കാം. ഇനി ഈ കോളത്തിൽ പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലവും എന്താണെന്നുള്ളത് അതിൻ്റെ പ്രത്യേകതകളാണ് തന്നിട്ടുള്ളത്. ഇവിടെ മാപ്പിൽ നോക്കൂ, മാപ്പിൽ അത് കാണിച്ചിട്ടുണ്ട്. പടിഞ്ഞാറൻ തീരസമതലം, കിഴക്കൻ തീരസമതലം. മാപ്പിൽ അറബിക്കടലിൻ്റെ സൈഡിലാണ് പടിഞ്ഞാറൻ തീരസമതലം, ബംഗാൾ ഉൾക്കടലിൻ്റെ സൈഡിലാണ് കിഴക്കൻ തീരസമതലം. അപ്പോൾ ഇതിൽ ഓരോ സംസ്ഥാനങ്ങളെ ഏരിയകൾ നോക്കി വെക്കും. ഇപ്പോൾ കേരളം ഉൾപ്പെടുന്ന തീരപ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ പടിഞ്ഞാറൻ തീരസമതലമാണ്. തമിഴ്നാടാണെങ്കിലോ കിഴക്കൻ തീരസമതലമാണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. തമിഴ്നാട് പടിഞ്ഞാറനാണ്. പടിഞ്ഞാറിൻ്റെ അവസാനമാണ് തമിഴ്നാട്. ആന്ധ്രയൊക്കെ ചോദിക്കുകയാണെങ്കിൽ കിഴക്കൻ തീരസമതലമാണ്. ഇനി നമുക്കതിൻ്റെ പ്രത്യേകത നോക്കാം. പടിഞ്ഞാറൻ തീരസമതലം എന്താണ്? പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ്. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ്. അപ്പോൾ കിഴക്കൻ തീരപ്രദേശം എന്തായിരിക്കും? പടിഞ്ഞാറൻ്റെ തീരപ്രദേശം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണെങ്കിൽ കിഴക്കൻ തീരസമതലം ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ് കിഴക്കൻ തീരസമതലം. പടിഞ്ഞാറൻ തീരസമതലം പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിലാണ്. കിഴക്കൻ തീരസമതലമാണെങ്കിൽ ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ. ഇനി പടിഞ്ഞാറൻ തീരസമതലം റാൻ ഓഫ് കച്ച് മുതൽ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെയാണ് പടിഞ്ഞാറൻ തീരസമതലം വ്യാപിച്ചു കിടക്കുന്നത്. ഇനി കിഴക്കൻ തീരസമതലമാണെങ്കിലോ
ബംഗാളിലെ സുന്ദർബൻ ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ. ബംഗാളിലെ സുന്ദർബൻ ഡെൽറ്റ മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെയാണ് കിഴക്കൻ തീരസമതലം. പടിഞ്ഞാറൻ തീരസമതലോ താരതമ്യേന വീതി കുറവാണ്. പടിഞ്ഞാറൻ തീരസമതലം താരതമ്യേന വീതി കുറവാണ്. കിഴക്കൻ തീരസമതലാണെങ്കിൽ വീതി താരതമ്യേന കൂടുതലാണ്. കിഴക്കൻ തീരസമതലാണെങ്കിൽ വീതി താരതമ്യേന കൂടുതലാണ്. ഇനി പടിഞ്ഞാറൻ തീര സമതലങ്ങളെ വീണ്ടും കാറ്റഗറിയായി തിരിച്ചാൽ ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു. അപ്പോൾ പടിഞ്ഞാറൻ തീരസമതലങ്ങളെ മൂന്നായിട്ട് വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്. ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം. ഗുജറാത്ത് തീരസമതലം എന്ന് പറയുമ്പോൾ ഗുജറാത്തിൻ്റെ ആ സൈഡിൽ വരുന്നത്, റാൻ ഓഫ് കച്ച് ആ സൈഡാണ് വരുന്നത്. കൊങ്കൺ എന്ന് പറയുമ്പോൾ ഇടയിലാണ്. മലബാർ എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ഈ സൈഡ് വരുന്നതാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് കൊങ്കൺ തീരസമതലം. ഇനി കിഴക്കൻ തീരസമതലമാണെങ്കിലോ കൊറമണ്ടൽ തീരസമതലവും വടക്കൻ സിർക്കാസ് തീരസമതലം എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. കിഴക്കൻ തീരസമതലത്താണെങ്കിൽ കൊറമണ്ടൽ തീരസമതലം, വടക്കൻ സിർക്കാസ് തീരസമതലം എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഇനി പടിഞ്ഞാറൻ തീരസമതലമോ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നത് പടിഞ്ഞാറൻ തീരസമതല പ്രദേശത്താണ്. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. കിഴക്കൻ തീരസമതലത്തിലാണെങ്കിൽ ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. കിഴക്കൻ സമതലത്തിൽ ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. അപ്പോൾ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെയും കിഴക്കൻ തീരസമതലത്തിൻ്റെയും ഈ പ്രത്യേകത കോളട്ട് തന്നതാണ്. ഇത് പഠിക്കുക. ഓക്കെ, ഇത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ വരാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ പ്രത്യേകതകൾ. അതുപോലെ ശരിയായ പ്രസ്താവന, തെറ്റായ പ്രസ്താവന എന്നൊക്കെ ചോദിച്ച് വരാൻ സാധ്യതയുണ്ട്. ഈ കള്ളിയിലിട്ടത് പ്രത്യേകം നമ്മൾ ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്ത് പഠിക്കണം. കള്ളിയിലിട്ടതും പോയിൻ്റ് ഇട്ടതും SCRTയിൽ എന്തായാലും ഹൈലൈറ്റ് ചെയ്ത് പഠിക്കണം. കൂടാതെ വരികൾക്ക് ഇടയിലൂടെയുള്ള ചില വാക്കുകളുണ്ട്, അതും കൂടി പഠിക്കണം. നോട്ട് നിങ്ങൾ സ്വന്തമായിട്ട് എൻ്റെ ക്ലാസ് കേട്ടിട്ട് അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. നിങ്ങൾ സ്വന്തമായ ഐഡിയ അനുസരിച്ച് എഴുതിയാൽ മതി. തീരസമതലങ്ങളിലുടനീളം എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യമുണ്ട്. തീരസമതലങ്ങളിലുടനീളം എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യം ഉണ്ട്. നെല്ല്, തെങ്ങ് തുടങ്ങിയ വിളകൾ ഈ മണ്ണിൽ വ്യാപകമായി കൃഷി ചെയ്യുന്നു. അപ്പോൾ തീരസമതലങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്നതാണ് നെല്ല്, തെങ്ങ് തുടങ്ങിയവ. എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യമുണ്ട്. തീരസമതലങ്ങളിൽ ധാരാളമായിട്ട് എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യം ഉണ്ട്. ഇവിടെ ഇനി ടീച്ചേഴ്സ് നോട്ടിൽ വരുന്ന കാര്യങ്ങളാണ്. കിഴക്കൻ തീരപ്രദേശത്ത് ഡെൽറ്റകൾ രൂപം കൊള്ളുന്നു, എന്നാൽ പടിഞ്ഞാറൻ തീരത്ത് ഡെൽറ്റകൾ രൂപം കൊള്ളുന്നില്ല. ഇതെന്തുകൊണ്ട്? അത് കണ്ടെത്തി എഴുതാനാണ്. ഇനി തീരസമതലങ്ങളിലെ ജീവിതം. തീരപ്രദേശത്തിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ മത്സ്യബന്ധനമാണ്. സ്വാഭാവികമായിട്ടും കടലിനോട് അടുത്ത് കിടക്കുന്നതുകൊണ്ട് പ്രധാന തൊഴിൽ മാർഗം മത്സ്യബന്ധനം തന്നെയായിരിക്കും. കാരണം അവർക്ക് കടലിനെ ആശ്രയിച്ചാണ് തീരപ്രദേശത്തെ ജനങ്ങൾ ജീവിക്കുന്നത്. തീരസമതലങ്ങളിൽ വിനോദസഞ്ചാരത്തിനും ഏറെ സാധ്യതകളുണ്ട്. നമുക്കറിയാലോ, ബീച്ചിലൊക്കെ ടൂറിസ്റ്റുകൾ കൂടുതൽ വരുന്ന സ്ഥലങ്ങളാണല്ലോ ബീച്ചുകൾ. അപ്പോൾ ബീച്ചൊക്കെ ടൂറിസ്റ്റ് ഏരിയയാണ്. അപ്പോൾ തീരസമതലങ്ങളിൽ നമ്മൾ പ്രധാനപ്പെട്ട മത്സ്യബന്ധനമാണ് തൊഴിൽ. അതേപോലെ ടൂറിസം സാധ്യതകൾ, വിനോദസഞ്ചാര സാധ്യതകളും ഉണ്ട്. നെല്ല്, തെങ്ങ് എന്നിവ പടിഞ്ഞാറൻ തീരത്തെ പ്രധാന കാർഷിക വിളകളാണ്. നമ്മൾ പറഞ്ഞു തീരസമതലങ്ങളിൽ എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യമുണ്ട്, അതുകൊണ്ട് തന്നെ നെല്ല്, തെങ്ങ് ഇവയാണ് ഇവിടുത്തെ പ്രധാന കൃഷികൾ എന്ന് പറഞ്ഞു. എന്നാൽ നെല്ല്, തെങ്ങ് കൂടുതലായി കൃഷി ചെയ്യുന്നത് പടിഞ്ഞാറൻ തീരങ്ങളിലാണ്. പടിഞ്ഞാറൻ തീരങ്ങളിലാണ് നെല്ല്, തെങ്ങ് എന്നിവ പ്രധാനമായും കൃഷി ചെയ്യുന്നത്. കിഴക്കൻ തീരസമതലങ്ങളിലാണെങ്കിൽ ഈ കാവേരി, കൃഷ്ണ, ഗോദാവരി, മഹാനദി എന്നീ നദീതടങ്ങളിൽ വ്യാപകമായി നെല്ല് കൃഷി ചെയ്യുന്നു. അപ്പോൾ കിഴക്കൻ തീരസമതലങ്ങളിലും നെല്ല് തന്നെയാണ് കൃഷി ചെയ്യുന്നത്. അത് കാവേരി, കൃഷ്ണ, ഗോദാവരി, മഹാനദി എന്നീ നദികളുടെ നദീതടങ്ങളിലാണ് നെല്ല് ധാരാളമായി കിഴക്കൻ തീരങ്ങളിൽ കൃഷി ചെയ്യുന്നത്.
അപ്പോൾ കിഴക്കൻ തീരസമതലങ്ങളിൽ പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാണ്? കാവേരി, കൃഷ്ണ, ഗോദാവരി, മഹാനദി. ഇതും അതിൻ്റെ അനുബന്ധമായിട്ട് ഓർത്തിരിക്കുക. കാവേരി, കൃഷ്ണ, ഗോദാവരി, മഹാനദി എന്നിവ കിഴക്കൻ തീരസമതലത്തിലെ പ്രധാനപ്പെട്ട നദികളാണ്. നമ്മുടെ സ്വന്തം ദ്വീപുകളിലേക്ക്. കൊച്ചിയിൽ നിന്ന് അറബിക്കടലിലൂടെ ഏകദേശം 300 കിലോമീറ്റർ താണ്ടിയാൽ ലക്ഷദ്വീപിലെത്താം. അപ്പോൾ കൊച്ചിയിൽ നിന്ന് അറബിക്കടലിലൂടെ ഏകദേശം 300 കിലോമീറ്ററാണ് ലക്ഷദ്വീപിലേക്കുള്ള ദൂരം. ഇനി ലക്ഷദ്വീപിൻ്റെ പ്രത്യേകതകളാണ് പറയുന്നത്. 36 ദ്വീപുകളാണ് അറബിക്കടലിലെ ഈ ദ്വീപ് സമൂഹത്തിലുള്ളത്. അപ്പോൾ ലക്ഷദ്വീപിൽ മൊത്തം 36 ദ്വീപുകളാണ്. ഇവയിൽ ഏകദേശം 11 ദ്വീപുകളിൽ മാത്രമേ ജനവാസമുള്ളൂ. ലക്ഷദ്വീപിൽ മൊത്തം 36 ദ്വീപുകളുണ്ടെങ്കിലും 11 ദ്വീപുകളിലെ ജനവാസം ഉള്ളൂ. ഇനി ലക്ഷദ്വീപിലെ പ്രധാനപ്പെട്ട ദ്വീപുകളാണ് ബംഗാരം, കടമത്ത്, മിനിക്കോയി, കവരത്തി, അഗത്തി, ആന്ത്രോത്ത്, കൽപ്പേനി, അമിനിദിവി, ചെത്ലാത്ത്, ബിത്ര, കിൽത്താൻ എന്നിവ പ്രധാന ദ്വീപുകളാണ്. ഇനി ലക്ഷദ്വീപിൻ്റെ ആസ്ഥാനം കവരത്തിയാണ്. ലക്ഷദ്വീപിലെ പ്രധാന ദ്വീപുകളാണ് ബംഗാരം, കടമത്ത്, മിനിക്കോയി, കവരത്തി, അഗത്തി, ആന്ത്രോത്ത്, കൽപ്പേനി, അമിനിദിവി, ചെത്ലാത്ത്, ബിത്ര, കിൽത്താൻ. ഇനി ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണെന്ന് ചോദിച്ചാൽ ആന്ത്രോത്താണ്. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്താണ്. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തിയാണ്. ലഗൂണുകളും മണൽത്തീരങ്ങളും പവിഴപ്പുറ്റുകളുമാണ് ലക്ഷദ്വീപ് സമൂഹത്തിൻ്റെ പ്രത്യേകത. നമ്മൾ മുൻപ് ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. ലക്ഷദ്വീപ് എന്ന ഒരു പവിഴപ്പുറ്റ് ദ്വീപിന് ഉദാഹരണമാണ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞു. പവിഴപ്പുറ്റുകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. സൂക്ഷ്മജീവികളുടെ കാൽസ്യം സ്രവം അടിഞ്ഞുകൂടിയാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. അത് മുൻ വീഡിയോയിലുണ്ട്. മുൻ വീഡിയോയിലുണ്ട്. അപ്പോൾ ലഗൂണുകളും മണൽത്തീരങ്ങളും പവിഴപ്പുറ്റുകളുമാണ് ലക്ഷദ്വീപ് സമൂഹത്തിൻ്റെ പ്രത്യേകത. ലഗൂണുകളും മണൽത്തീരങ്ങളും പവിഴപ്പുറ്റുകളുമാണ് ലക്ഷദ്വീപ് സമൂഹത്തിൻ്റെ പ്രത്യേകത. കൃഷി നാമമാത്രമായ ഇവിടെ സമുദ്രത്തെ ആശ്രയിച്ചാണ് മുഖ്യ ജനജീവിതം. അപ്പോൾ ലക്ഷദ്വീപിൽ കൃഷി ഇല്ല, സമുദ്രത്തെ ആശ്രയിച്ചാണ് ഇവരുടെ ജീവിതം. അതുപോലെ വിനോദസഞ്ചാരം, മത്സ്യബന്ധനം, വിനോദസഞ്ചാരം തന്നെയാണ് ലക്ഷദ്വീപിലെ പ്രധാന തൊഴിൽ മാർഗങ്ങൾ. ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിലാണ്. ഇനി വേറൊരു ദ്വീപാണ് ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ബംഗാൾ ഉൾക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലക്ഷദ്വീപാണെങ്കിൽ അറബിക്കടലിലാണ്. ഏകദേശം 200 ദ്വീപുകളാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുള്ളത്. 200 ദ്വീപുകൾ ഉൾപ്പെടുന്ന ദ്വീപ് സമൂഹമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഇതിൽ 19 ദ്വീപുകൾ നിക്കോബാറും 200 ദ്വീപുകൾ ആൻഡമാനിലും 19 ദ്വീപുകൾ നിക്കോബാറിലുമായിട്ട് മൊത്തം 219 ദ്വീപുകളാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ 200 ദ്വീപുകൾ, ആൻഡമാനിലെ 200 ദ്വീപുകളും നിക്കോബാറിലെ 19 ദ്വീപുകളും കൂടി ചേർന്നതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്ന് പറയുന്നത്. മൊത്തം 219 ദ്വീപുകളാണ് ഇതിലുള്ളത്. എന്നാൽ ഇവയിൽ ഭൂരിഭാഗം ദ്വീപുകളിലും ജനവാസമില്ലാത്ത ദ്വീപുകളാണ് ഭൂരിഭാഗവും. അതിൽ ഭൂരിഭാഗം ദ്വീപുകളും നിബിഡ വനങ്ങളാണ്. അപ്പോൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൻ്റെ പ്രത്യേകത ഭൂരിഭാഗം ദ്വീപുകളും നിബിഡ വനങ്ങളാണ്, ജനവാസം ഇല്ലാത്ത ദ്വീപുകളാണ്. മിക്ക ദ്വീപുകളിലും ജനവാസമില്ല, നിബിഡ വനങ്ങളാണ്. ഇനി വേറൊരു പ്രത്യേകത, ആൻഡമാൻ നിക്കോബാർ ദ്വീപിൻ്റെ തലസ്ഥാനം പോർട്ട് ബ്ലെയറാണ് തലസ്ഥാനം. ഇനി മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ബാരൻ ദ്വീപിലാണ്. ഇന്ത്യയിലെ ഏക സജീവമായ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ബാരൻ ദ്വീപിലാണ്. ഈ ബാരൻ ദ്വീപ് ആൻഡമാനിലാണ്.
ബാരൻ ദ്വീപ് ആൻഡമാനിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ബാരൻ ദ്വീപിലാണ്. പോർട്ട് ബ്ലെയർ നമ്മൾ പറഞ്ഞു, തലസ്ഥാനം പോർട്ട് ബ്ലെയറാണ്. ഇനി നിക്കോബാർ ദ്വീപുകളുടെ തെക്കേ അറ്റമാണ് ഇന്ദിര പോയിൻ്റ്. നിക്കോബാർ ദ്വീപുകളുടെ തെക്കേ അറ്റമാണ് ഇന്ദിര പോയിൻ്റ്. അപ്പോൾ ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നതും നിക്കോബാർ ദ്വീപുകളുടെ തെക്കേ അറ്റമായ ഇന്ദിര പോയിൻ്റാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് നിക്കോബാർ ദ്വീപുകളുടെ തെക്കേ അറ്റമായ ഇന്ദിര പോയിൻ്റാണ്. അപ്പോൾ ഇത്രയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇത് നമ്മൾ മുമ്പ് പഠിച്ച കാര്യങ്ങളൊന്ന് പറയണം, അതിനെക്കുറിച്ചൊന്ന് പറയണം. ഇവിടെ ഒന്നും ഇപ്പോൾ നോക്കാമല്ല, കൂടുതൽ നോക്കാമല്ല. ഇനി അവിടുത്തെ ആൻഡമാൻ നിക്കോബാറിൽ കാര്യമായിട്ട് ഗോത്രവർഗ്ഗങ്ങളാണ്. അപ്പോൾ അവരെ തദ്ദേശീയരായ ദ്വീപവാസികൾ ഫോട്ടോസ് ഉണ്ട്. അതേപോലെ ലക്ഷദ്വീപിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇവിടെ ഓരോ കുട്ടികൾ ഓരോ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മഴയെക്കുറിച്ചുള്ള. അത് ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിൽ വ്യത്യസ്ത കാലാവസ്ഥയാണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലൊരു കോട്ടിങ് കൊടുത്തിട്ടുള്ളത്. കാലാവസ്ഥ. ഇന്ത്യയിൽ എല്ലായിടത്തും എപ്പോഴും കാലാവസ്ഥ ഒരുപോലെയല്ല. നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ കാലാവസ്ഥയിലും വൈവിധ്യങ്ങളുണ്ട്. കാലാവസ്ഥ. ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംഭാഷണങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ സൈഡിൽ കൊടുത്ത സംഭാഷണങ്ങളാണ്. ഇന്ത്യയിലെ എല്ലായിടത്തും എപ്പോഴും കാലാവസ്ഥ ഒരുപോലെയല്ല അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിൽ വ്യത്യസ്ത കാലാവസ്ഥയാണ് എന്നുള്ളത്. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഇനി ഇതിൽ നോക്കേണ്ടത്. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ: അക്ഷാംശീയ സ്ഥാനം, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. അപ്പോൾ ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അക്ഷാംശീയ സ്ഥാനം, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇന്ത്യയിലെ ഋതുക്കളെ പൊതുവായി 4ആയി തരംതിരിക്കാം. ഇന്ത്യയിലെ ഋതുക്കളെ പൊതുവായി 4ആയി തരംതിരിക്കാം. ശൈത്യകാലം, ഉഷ്ണകാലം, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം, മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം, ശൈത്യകാലം, ഉഷ്ണകാലം, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം. ഇന്ത്യയിലെ ഋതുക്കളെ പൊതുവായിട്ട് 4ആയിട്ട് തരംതിരിക്കാം. അതിൽ ആദ്യത്തേതാണ് ശൈത്യകാലം. ശൈത്യകാലം. ഇന്ത്യയിലെ ശൈത്യ കാലഘട്ടം ഇവിടെ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി. ഇന്ത്യയിലെ ശൈത്യകാലം ഡിസംബർ, ജനുവരി, ഫെബ്രുവരി. ഇന്ത്യയിലെ ശൈത്യകാലം എന്നൊക്കെയാണ് ഏതൊക്കെ മാസങ്ങളിലാണ്? ഡിസംബർ, ജനുവരി, ഫെബ്രുവരി. അപ്പോൾ ശൈത്യകാലം നമ്മൾ പറഞ്ഞു ഡിസംബർ, ജനുവരി, ഫെബ്രുവരി. ഇനി ശൈത്യകാലത്തിൻ്റെ പ്രത്യേകത: ഉത്തരേന്ത്യയിൽ തണുപ്പ് കൂടുതലായിരിക്കും, തെക്കേന്ത്യയിൽ തണുപ്പ് കുറവായിരിക്കും. ഉത്തരേന്ത്യയിൽ കൂടുതലും തെക്കേന്ത്യയിൽ കുറവുമായിരിക്കും. ജനുവരിയിൽ ഇന്ത്യയിൽ വ്യത്യസ്ത പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന ശരാശരി പകൽ ചൂടിൻ്റെ അളവാണ് ഭൂപടത്തിൽ നൽകിയിട്ടുള്ളത്. ഭൂപടം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം നിങ്ങൾ നോക്കാം. തെക്ക് ഭാഗം, അതായത് കേരളത്തിൻ്റെ സൈഡ് ചൂട് കൂടുതലായിരിക്കും. ശൈത്യകാലത്ത് ചൂട് കുറവും, അങ്ങോട്ട് പോകുമ്പോൾ ചൂട് കുറഞ്ഞ് അവിടെ നല്ല അതിശൈത്യമായിരിക്കും. കേരളത്തെ അപേക്ഷിച്ച് ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ ഡൽഹി, UP പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഡൽഹി കേന്ദ്രഭരണ പ്രദേശമാണ്. ഡൽഹി, ഉത്തർപ്രദേശ് അവിടങ്ങളിലൊക്കെ തണുപ്പ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തണുപ്പ് വളരെ കൂടുതലായിരിക്കും.
കേരളത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഇനി ശൈത്യകാലത്ത് ഉത്തരേന്ത്യയിൽ പകൽ സമയത്ത് മിതമായ ചൂടും രാത്രികാലങ്ങളിൽ ശൈത്യവും അനുഭവപ്പെടുന്നു. ശൈത്യകാലത്ത് ഉത്തരേന്ത്യയിൽ പകൽ സമയത്ത് മിതമായ ചൂടും രാത്രികാലങ്ങളിൽ ശൈത്യവും അനുഭവപ്പെടുന്നു. ഇനി മഞ്ഞുവീഴ്ച പ്രദേശങ്ങളാണ്. മണാലി, ഷിംല തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ച സാധാരണമാണ്. ഈ തണുപ്പ് അത് ശൈത്യകാലത്ത് മഞ്ഞുവീഴ്ച സാധാരണമാണ്. ഇനി ഇതിൽ വരുന്ന പോയിൻ്റാണ് പശ്ചിമ അസ്വസ്ഥത. പശ്ചിമ അസ്വസ്ഥത എന്താണ് പശ്ചിമ അസ്വസ്ഥത? ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്ന ശക്തമായ ന്യൂനമർദ്ദം ക്രമേണ കിഴക്കോട്ട് നീങ്ങി ഇന്ത്യയിലെത്തുന്നു. ഇതാണ് പശ്ചിമ അസ്വസ്ഥത എന്ന് പറയുന്നത്. ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്ന ശക്തമായ ന്യൂനമർദ്ദം ക്രമേണ കിഴക്കോട്ട് നീങ്ങി ഇന്ത്യയിലെത്തുന്നു. ഇത് ഉത്തര സമതല പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് പഞ്ചാബിൽ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമാകുന്നു. ഈ മഴ ശൈത്യകാല വിളകൾക്ക് ഏറെ പ്രയോജനകരമാണ്. അപ്പോൾ ഇതിനാണ് പശ്ചിമ അസ്വസ്ഥത എന്ന് പറയുന്നത്. ശൈത്യകാലത്ത് അതായത് തണുപ്പ് കാലത്ത് മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്ന ശക്തമായ ന്യൂനമർദ്ദം ക്രമേണ കിഴക്കോട്ട് നീങ്ങി ഇന്ത്യയിലെത്തുന്നു. ഇത് ഉത്തര സമതല പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് പഞ്ചാബിൽ ശൈത്യകാല മഴ ലഭിക്കുന്നതിന് കാരണമാകുന്നു. അപ്പോൾ ഈ മഴയാണ് അവിടുത്തെ ഗോതമ്പ് കൃഷിക്കൊക്കെ വളരെ അനുയോജ്യമായതാണ് ഈ മഴ. ഇനി പശ്ചിമ അസ്വസ്ഥതയെ ഇന്ത്യയിലെത്തിക്കുന്നതിന് ജെറ്റ് പ്രവാഹങ്ങൾക്ക് സുപ്രധാന പങ്കുണ്ട്. ജെറ്റ് പ്രവാഹങ്ങളാണ് പശ്ചിമ അസ്വസ്ഥതയെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത്. ട്രോപ്പോപാസിലൂടെയുള്ള അതിശക്തമായ വായുപ്രവാഹമാണ് ജെറ്റ് പ്രവാഹങ്ങൾ. അപ്പോൾ ജെറ്റ് പ്രവാഹങ്ങൾ എന്താണ്? ട്രോപ്പോപാസിലൂടെയുള്ള അതിശക്തമായ വായുപ്രവാഹമാണ് ജെറ്റ് പ്രവാഹങ്ങൾ. ട്രോപ്പോപാസിലൂടെയുള്ള അതിശക്തമായ വായുപ്രവാഹമാണ് ജെറ്റ് പ്രവാഹങ്ങൾ. ഈ ജെറ്റ് പ്രവാഹങ്ങളാണ് പശ്ചിമ അസ്വസ്ഥതയെ ഇന്ത്യയിലെത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. അപ്പോൾ ഇവിടെ 3 പോയിൻ്റ് എന്താണ് പശ്ചിമ അസ്വസ്ഥത എന്നും അതേപോലെ പശ്ചിമ അസ്വസ്ഥതയെ എത്തിക്കുന്നത് ജെറ്റ് പ്രവാഹങ്ങളാണെന്നും എന്താണ് ജെറ്റ് പ്രവാഹങ്ങൾ എന്നും നിങ്ങൾ പഠിക്കണം. ഈ 3 പോയിൻ്റാണ് ഇതിൽ വരുന്നത്. ഇനി ഉഷ്ണകാലമാണ്. ഇന്ത്യയിൽ ഉഷ്ണകാലം എപ്പോഴാണ്? മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളാണ് ഇന്ത്യയിൽ ഉഷ്ണകാലം. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളാണ് ഇന്ത്യയിലെ ഉഷ്ണകാലം. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളാണ് ഇന്ത്യയിലെ ഉഷ്ണകാലം. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള ഉഷ്ണകാലത്തെ ചിത്രങ്ങളാണിവ. നമ്മൾ ആ ചിത്രങ്ങൾ നോക്കിയാലോ. സൂര്യൻ്റെ ഉത്തരായന കാലത്താണ് ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. സൂര്യൻ്റെ ഉത്തരായന കാലത്താണ് ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. ഉഷ്ണകാലത്ത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് രാജസ്ഥാൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ബാമർ എന്ന സ്ഥലത്താണ്. അപ്പോൾ സൂര്യൻ്റെ ഉത്തരായന കാലത്താണ് ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശമാണ് ബാമർ രാജസ്ഥാനാണ്. രാജസ്ഥാൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ബാമർ. അപ്പോൾ ഇതിലുള്ള ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം ബാമറാണ്. അതേപോലെ ഉഷ്ണകാലം ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ സൂര്യൻ്റെ ഉത്തരായന കാലത്താണ്. ഇനി ഇക്കാലയളവിൽ വീശുന്ന ചില പ്രാദേശിക വാദങ്ങളാണ് ലൂ, മാംഗോ ഷവേഴ്സ് എന്നിവ. അപ്പോൾ ലൂ, മാംഗോ ഷവേഴ്സ് എന്നിവ പ്രാദേശിക വാദങ്ങളാണ്. ഈ ഉഷ്ണകാലത്ത് വീശുന്ന പ്രാദേശിക വാദങ്ങളാണ് ലൂവും മാംഗോ ഷവേഴ്സും. ലൂവും മാംഗോ ഷവേഴ്സും ഉഷ്ണകാലത്ത് വീശുന്ന പ്രാദേശിക വാദങ്ങളാണ്. അപ്പോൾ ഈ ലൂ കുറേ തവണ ചോദിച്ചിട്ടുണ്ട്. ഉഷ്ണകാല പ്രാദേശിക ഉഷ്ണകാല പ്രാദേശിക വാദമാണ് ലൂ. ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ വീശിയടിക്കുന്ന പ്രാദേശിക വാദം ഏതാണെന്ന് ചോദിച്ചാൽ ലൂ ആണ്. ലൂ അതുപോലെ മാംഗോ ഷവേഴ്സ് എന്നിവയാണ് ഉഷ്ണകാല വാദങ്ങൾക്ക് പ്രാദേശിക വാദങ്ങൾക്ക് ഉദാഹരണം. ചൂട് കാലത്താണ്. ഓക്കെ. കാൽബൈശാഖി എന്താണ്?
ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോട് കൂടിയ ശക്തമായ മഴയാണ് കാൽബൈശാഖി. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോട് കൂടിയ ശക്തമായ മഴയാണ് കാൽബൈശാഖി. അലറുന്ന കാറ്റും ആലിപ്പഴ വീഴ്ചയും ഇതിൻ്റെ സവിശേഷതകളാണ്. അലറുന്ന കാറ്റും ആലിപ്പഴ വീഴ്ചയും ഇതിൻ്റെ സവിശേഷതകളാണ്. അലറുന്ന കാറ്റും ആലിപ്പഴ വീഴ്ചയും ഇതിൻ്റെ സവിശേഷതകളാണ്. അപ്പോൾ കാൽബൈശാഖി എന്താണ്? ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോട് കൂടിയ ശക്തമായ മഴയാണ് കാൽബൈശാഖി. അലറുന്ന കാറ്റും ആലിപ്പഴ വീഴ്ചയും ഇതിൻ്റെ സവിശേഷതകളാണ്. ഇപ്പം കഴിഞ്ഞ ഫയർമാൻ്റെ പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചിരുന്നു. പക്ഷേ ഓപ്ഷനിൽ നിന്ന് മാംഗോ ഷവേഴ്സ് എന്നായിരുന്നു തന്നിരുന്നത്. എല്ലാവരും കാൽബൈശാഖിയാണ് നോക്കിയിട്ടുണ്ടാകുക. അപ്പം മാംഗോ ഷവേഴ്സ് തന്നെയാണ് ഈ കാൽബൈശാഖി. മാംഗോ ഷവേഴ്സിൻ്റെ ബംഗാളിലെ പേരാണ് കാൽബൈശാഖി. ഓക്കെ, അപ്പം ഈ ഓപ്ഷനിൽ കാൽബൈശാഖി തന്നിട്ടില്ലെങ്കിൽ മാംഗോ ഷവേഴ്സ് ഉണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യാം. നമ്മൾ ഉഷ്ണകാലത്ത് ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോട് കൂടിയ ശക്തമായ മഴയാണ് കാൽബൈശാഖി എന്ന് പഠിച്ചാൽ മതി. ഓക്കെ, മാംഗോ ഷവേഴ്സ് അനുബന്ധമായിട്ട് ഓർത്തിരുത്താൽ മതി. ഇനി ന്യൂനമർദ്ദം, ഉച്ചമർദ്ദം എന്നൊക്കെ പറഞ്ഞ മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാപ്പ് ഒന്ന് ജസ്റ്റ് നോക്കുക. ഇതാണ് നമ്മൾ SCRT വായിക്കണം. SCRTക്ക് തുല്യം SCRT മാത്രമാണെന്ന് പറയാൻ കാരണം ഇതിൽ കറക്റ്റ് മാപ്പ് ഇങ്ങനെ കൊടുത്ത് നമുക്ക് മാപ്പ് നോക്കിയാൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടും. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം. ഇനി നമ്മൾ മൺസൂൺ കാലങ്ങളാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം. സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലായിരിക്കെ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ ശക്തമായ ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നു. സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലായിരിക്കെ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ ശക്തമായ ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നു. ഇന്ത്യൻ സമുദ്രത്തിന് മുകളിൽ താരതമ്യേന ഉയർന്ന മർദ്ദം നിലനിൽക്കുന്നതിനാൽ ഇത് തെക്കുനിന്ന് വടക്കോട്ട് അതായത് ഇന്ത്യൻ സമുദ്രത്തിൽ നിന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് കാറ്റ് വീശാൻ ഇടയാക്കുന്നു. ഇത് തെക്ക് നിന്ന് വടക്കോട്ട് അതായത് ഇന്ത്യൻ സമുദ്രത്തിൽ നിന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് കാറ്റു വീശാൻ ഇടയാക്കുന്നു. കൊറിയോലിസ് പ്രഭാവത്താൽ ഈ കാറ്റുകൾ സഞ്ചാരദിശക്ക് വലത്തോട്ട് തിരിയുന്നതിനാൽ തെക്കു പടിഞ്ഞാറൻ കാറ്റുകളായി ഇന്ത്യയിൽ എത്തിച്ചേരുന്നു. കൊറിയോലിസ് പ്രഭാവത്താൽ ഈ കാറ്റുകൾ സഞ്ചാരദിശക്ക് വലത്തോട്ട് തിരിയുന്നതിനാൽ തെക്കു പടിഞ്ഞാറൻ കാറ്റുകളായി ഇന്ത്യയിൽ എത്തിച്ചേരുന്നു. ഇനിയുണ്ട് ഇവിടെ ഭൂപടം നോക്കിയാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. ഇതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. തെക്ക് ഭാഗത്ത് നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഇത് വീശുന്നത്. ഇങ്ങനെയാണ് ഇന്ത്യയിൽ കാലവർഷം ഉണ്ടാകുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലവർഷമാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് ഐഡിയ കിട്ടും. നോക്കി മനസ്സിലായോ? ഈ ആരോ മാർക്കിട്ട് ഇങ്ങനെയാണ് പോകുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് അങ്ങനെ ഇന്ത്യയുടെ ഉത്തര പ്രദേശങ്ങളിലേക്കാണ് ഇത് വീശുന്നത്. ഇന്ത്യയുടെ വടക്ക് പ്രദേശങ്ങളിലേക്കാണ് ഇത് വീശുന്നത്. ഇനി ഇതിൽ നമുക്ക് കൊറിയോലിസ് പ്രഭാവത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലഘട്ടത്തെ സ്വാധീനിക്കുന്ന പ്രതിഭാസം എന്താണ്? കൊറിയോലിസ് പ്രഭാവമാണ്. അപ്പോൾ ഇതിൽ കൊറിയോലിസ് പ്രഭാവം എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ സ്വാധീനിക്കുന്ന പ്രഭാവമാണ് കൊറിയോലിസിസ് പ്രഭാവം. ഈ കൊറിയോലിസിസ് പ്രഭാവം കാരണമാണ് ഈ കാറ്റുകൾ ദിശക്ക് വലത്തോട്ട് തിരിയുന്നത്. അപ്പോൾ ദിശക്ക് വലത്തോട്ട് തിരിയുന്നത് കൊറിയോലിസ് പ്രഭാവം കാരണമാണ്. അങ്ങനെ വലത്തോട്ട് തിരിയുന്നത് കൊണ്ടാണ് അവിടെ
ശക്തമായ മഴ ലഭിക്കാൻ കാരണം. അപ്പോൾ ഇതൊന്ന് ഓർത്തു വെക്കുക. സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലായിരിക്കെ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ ശക്തമായ ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നു. ഇന്ത്യൻ സമുദ്രത്തിന് മുകളിൽ താരതമ്യേന ഉയർന്ന മർദ്ദം നിലനിൽക്കുന്നതിനാൽ ഇത് തെക്കുനിന്ന് വടക്കോട്ട്, അതായത് ഇന്ത്യൻ സമുദ്രത്തിൽ നിന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് കാറ്റ് വീശാൻ ഇടയാക്കുന്നു. അപ്പോൾ കൊറിയോലിസ് പ്രവാഹത്താൽ ഈ കാറ്റുകൾ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ട് തിരിയുന്നതിനാൽ തെക്കു പടിഞ്ഞാറൻ കാറ്റുകളായി ഇന്ത്യയിൽ എത്തിച്ചേർന്നു. ഇതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു മൺസൂൺ കാലമായി ഈ കാലം മാറുന്നു. ഇതിൻ്റെ കാലഘട്ടം ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ കാലഘട്ടം. അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ കാലഘട്ടം ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലാണ് ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലഘട്ടം. ഇനി ഇന്ത്യൻ ഉപദ്വീപിൻ്റെ സവിശേഷ ആകൃതി കാരണം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് 2 ശാഖകളായി പിരിഞ്ഞ് കരയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അറബിക്കടൽ ശാഖയും ബംഗാൾ ഉൾക്കടൽ ശാഖയും. അറബിക്കടൽ ശാഖയായിട്ടും ബംഗാൾ ഉൾക്കടൽ ശാഖയായിട്ടും 2 ശാഖകളായിട്ട് തെക്ക് പടിഞ്ഞാറൻ മൺസൂണ് ഇന്ത്യൻ ഭൂഖണ്ഡങ്ങളിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ജൂൺ ആരംഭത്തോടെ കേരളത്തിലെത്തുന്ന അറബിക്കടൽ ശാഖ കേരളത്തിൽ വ്യാപക മഴ നൽകുന്നു. തുടർന്ന് കർണാടകം, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലേക്ക് കടക്കുകയും അവിടെ കനത്ത മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. അതങ്ങനെ ജസ്റ്റ് ഒന്ന് വായിച്ച് ഇതാക്കിയാൽ മതി. ഗുജറാത്തിലൂടെ രാജസ്ഥാനിൽ പ്രവേശിക്കുന്ന ഈ മൺസൂൺ ശാഖ ആരവല്ലി പർവ്വതനിരകൾക്ക് സമാന്തരമായി കടന്നു പോകുന്നതിനാൽ രാജസ്ഥാനിൽ വിരളമായി മാത്രമേ മഴ ലഭിക്കുന്നുള്ളൂ. അപ്പോൾ രാജസ്ഥാനിൽ മഴ കുറയാനുള്ള കാരണം ഈ മൺസൂൺ കാറ്റ് ആരവല്ലി പർവ്വതനിരകൾക്ക് സമാന്തരമായി കടന്നു പോകുന്നത് കൊണ്ടാണ്. ബംഗാളിൽ ഉൾക്കടലിൽ നിന്ന് കൂടുതൽ ഈർപ്പം ആഗിരണം ചെയ്ത് മുന്നേറുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖ സുന്ദരവനം ഡെൽറ്റ പിന്നിട്ട് പശ്ചിമ ബംഗാളിൽ പ്രവേശിക്കുകയും 2ആയി പിരിയുകയും ചെയ്യുന്നു. ഒരു ശാഖ ബ്രഹ്മപുത്ര സമതലത്തിലൂടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെത്തി വലിയ തോതിൽ മഴയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ മഴയ്ക്ക് കാരണമാകുന്നത് ഇത് ബംഗാൾ ഉൾക്കടൽ ശാഖ 2ആയി പിറന്ന് ഒരു ശാഖ ബ്രഹ്മപുത്ര സമതലത്തിലേക്ക് കടക്കുന്ന ആ ശാഖയാണ്. ബംഗാൾ മേഖലയിലൂടെ ഗംഗാ സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന 2ാമത്തെ ശാഖ പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മഴ നൽകുന്നു. അപ്പോൾ 2ാമത്തെ ശാഖയാണ് ഈ പശ്ചിമ ബംഗാളിലും ബീഹാറിലും ഉത്തർപ്രദേശിലും മഴ നൽകുന്നത്. പഞ്ചാബ് സമതലത്തിൽ വെച്ച് അറബിക്കടൽ ശാഖയുമായി കൂടിച്ചേർന്ന് വടക്കോട്ട് നീങ്ങുന്ന ഈ മൺസൂൺ കാറ്റുകൾ ഹിമാലയത്തിൻ്റെ അടിവാരങ്ങൾ മേഖലയിൽ കനത്ത മഴ നൽകുന്നു. പിന്നെ 2 കാറ്റുകൾ ഒന്നിച്ച് ഹിമാലയത്തിൻ്റെ അടിവാരത്തിൽ ശക്തമായ മഴ നൽകുന്നു. അടുത്തതാണ് മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം. സെപ്റ്റംബർ പിന്നിടുന്നതോടെ സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് അയനം ചെയ്യുന്നതിനാൽ ഇന്ത്യയുടെ ഉത്തര സമതല പ്രദേശത്ത് കനത്ത ഉച്ചമർദ്ദം രൂപപ്പെടുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ താരതമ്യേന കുറഞ്ഞ മർദ്ദമായതിനാൽ ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് നിന്ന് ഇന്ത്യൻ സമുദ്രത്തിലേക്ക് കാറ്റ് വീശുന്നു. അപ്പോൾ മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം അഥവാ കിഴക്കൻ മൺസൂൺ കാറ്റിനെ കുറിച്ചാണ് ഈ പറയുന്നത്. വടക്കൻ കിഴക്കൻ മൺസൂൺ കാലം എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം അല്ലെങ്കിൽ വടക്കു കിഴക്കൻ മൺസൂൺ കാലം എന്ന് പറയുന്നതാണ്. ഇതിൻ്റെ കാലഘട്ടം വരുന്നത് ഒക്ടോബർ, നവംബർ മാസങ്ങളാണ്. ഒക്ടോബർ മുതൽ നവംബർ വരെയാണ് വടക്കു കിഴക്കൻ മൺസൂണിൻ്റെ കാലഘട്ടം. സെപ്റ്റംബർ പിന്നിടുന്നതോടെ സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് അയനം നീങ്ങുന്നു. അപ്പോൾ ഇന്ത്യയുടെ ഉത്തര സമതല പ്രദേശത്ത് കനത്ത ഉച്ചമർദ്ദം രൂപപ്പെട്ട് അതിൻ്റെ ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ താരതമ്യേന മർദ്ദം കുറയും. അപ്പോൾ മർദ്ദം കുറയുമ്പോൾ ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് നിന്ന് മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശുന്നു. അപ്പോൾ വടക്ക് ഭാഗത്ത് നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശുന്നുണ്ട്. അതാണ് മൺസൂണിൻ്റെ പിൻവാങ്ങൽ അല്ലെങ്കിൽ വടക്കു കിഴക്കൻ മൺസൂൺ കാലം എന്നറിയപ്പെടുന്നത്. ഇനി ഇതിൽ അതിൻ്റെ കുറിച്ച് നോക്കൂ, ഈ മാപ്പ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും.
കണ്ടോ, ഈ കാറ്റ് ഇങ്ങനെ ഇങ്ങോട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കാണ് വീശുന്നത്. വടക്ക് നിന്നാണ് ഇത് വീശുന്നത്. അവിടെ ഉച്ചമർദ്ദം രൂപപ്പെട്ട് ഇപ്പോൾ ഇവിടുത്തെ മർദ്ദം കുറയുമ്പോൾ, ഇന്ത്യൻ മഹാസമുദ്ര ഭാഗത്തെ മർദ്ദം കുറയുമ്പോൾ ഇങ്ങോട്ട് വടക്ക് നിന്ന് ഇങ്ങോട്ട് നീക്കും. അതാണ് വടക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം എന്ന് പറയുന്നത്. വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്ന് പറയുന്നത്. വടക്കിൽ നിന്ന് ഇങ്ങനെ കിഴക്കോട്ട് അങ്ങനെ നീച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കാണ് വീശുന്നത്. നമ്മൾ പറഞ്ഞ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്ന് വിളിക്കുന്ന ഈ കാറ്റുകൾ വരണ്ട കാറ്റുകളായതിനാൽ ഇത് ഇന്ത്യയിൽ പൊതുവേ മഴ ഉണ്ടാക്കാറില്ല. ഇവ വരണ്ട കാറ്റായതിനാൽ പൊതുവേ മഴ ഉണ്ടാക്കാറില്ല. പക്ഷേ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ കാലം വാസ്തവത്തിൽ മഴക്കാലത്തിനും ശൈത്യകാലത്തിനും ഇടയിലുള്ള ഒരു ഇടവേളയാണ്. അതുകൊണ്ടാണ് മൺസൂണിൻ്റെ പിൻവാങ്ങൽ എന്ന് പറയാൻ കാരണം. ഈ വടക്ക് കിഴക്കൻ മൺസൂൺ ശരിക്ക് ശൈത്യകാലത്തിനും മഴക്കാലത്തിനും ശൈത്യകാലത്തിനും ഇടയിലുള്ള ഒരു ഇടവേളയാണ്. ഇനി ഒക്ടോബർ നവംബർ മാസങ്ങളിലായി ഇന്ത്യയിലൊട്ടാകെ അനുഭവപ്പെടുന്ന ഉയർന്ന ഊഷ്മാവും ആർദ്രതയും ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഇന്ത്യയിൽ ഒട്ടാകെ അനുഭവപ്പെടുന്ന ഉയർന്ന ഊഷ്മാവും ആർദ്രതയും പകൽ സമയങ്ങളെ ദുസ്സഹമാക്കുന്നു. ഈ പ്രതിഭാസമാണ് ഒക്ടോബർ ചൂട്. അപ്പോൾ ഒക്ടോബർ ചൂട് എന്താണ്? ഒക്ടോബർ നവംബർ മാസങ്ങളിലായി ഇന്ത്യയിലൊട്ടാകെ അനുഭവപ്പെടുന്ന ഉയർന്ന ഊഷ്മാവും ആർദ്രതയും പകൽ സമയങ്ങളെ ദുസ്സഹമാക്കുന്നു. അപ്പോൾ ഇതാണ് ഒക്ടോബർ ചൂട്. അപ്പോൾ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ കാലഘട്ടം. ഈ സമയത്താണ് ഒക്ടോബർ ചൂട് ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത്. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് ന്യൂനമർദ്ദത്താൽ ആകർഷിക്കപ്പെട്ട് കരയിൽ നിന്ന് കടലിലേക്ക് നീങ്ങുന്ന കാറ്റുകൾ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് ഈർപ്പം ആഗിരണം ചെയ്ത് വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങുന്നതിനാൽ ഇന്ത്യയുടെ കൊറമണ്ടൽ തീരത്ത്, പ്രത്യേകിച്ച് തമിഴ്നാട് തീരത്ത് കനത്ത മഴയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ കൊറമണ്ടൽ തീരത്ത് അഥവാ തമിഴ്നാടിൻ്റെ തീരത്ത് കനത്ത മഴയ്ക്ക് കാരണമാകുന്നത് ഈ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റാണ്. വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റ് പൊതുവേ മറ്റുള്ള ഇടങ്ങളിൽ വരണ്ട കാറ്റായതുകൊണ്ട് മഴ പെയ്യിക്കില്ല എങ്കിലും കൊറമണ്ടൽ തീരത്ത് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ ശക്തമായ മഴ ലഭിക്കാൻ കാരണമാകുന്നത് ഈ മൺസൂൺ കാറ്റാണ്. തമിഴ്നാടിന് മഴ ലഭിക്കുന്നത് പ്രധാനമായും ഈ ഒരു കാറ്റിൽ നിന്നാണ്, ഈ ഒരു മൺസൂൺ കാറ്റിൽ നിന്നാണ്. ഓക്കെ, കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെ ചില ഭാഗങ്ങളിലും ഈ മഴ കിട്ടാറുണ്ട്. നമുക്കറിയാലോ, നമുക്ക് ചിലപ്പോൾ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മഴ കിട്ടാറുണ്ട്. തമിഴ്നാട്ടിനാണത് കൂടുതൽ കിട്ടൽ. അവരെ പ്രധാന മഴ ലഭിക്കുന്നത് ഈ ഒരു മൺസൂൺ കാലഘട്ടത്തിലാണ്. ഇത്രയാണ് അപ്പോൾ നമുക്ക് ഈ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്നുള്ള ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇവിടെ ഇന്ത്യയുടെ മഴ വിതരണം എന്ന് പറഞ്ഞാണ്ട് അതിൻ്റെ ഒരു മാപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇന്ത്യയിലെ മഴ വിതരണം എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് ഈ മാപ്പിൽ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, 200 സെൻറ്റിമീറ്റർ കൂടുതലാണ് വലിയ പച്ചവര, മറ്റേത് 100 മുതൽ 200 വരെ അങ്ങനെ മാർക്കിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭൂപടം നമുക്ക് അനലൈസ് ചെയ്യാനാണ്. ഇന്ത്യയിൽ മൊത്തം മഴ വിതരണം എങ്ങനെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്നുള്ള ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ജോഗ്രഫിയിൽ തന്നെ 8ാം അധ്യായമാണ് അടുത്തതുള്ളത്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകൾ നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഉപകാരപ്പെട്ടാലും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നമുക്ക് എല്ലാ ടോപ്പിക്കും ഇതുപോലെ SCRT ബേസ് ആയിട്ട് കവർ ചെയ്യാം. ഓക്കെ, നിങ്ങൾ നന്നായി പഠിക്കുക, നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക. ഇത്തവണ നിങ്ങൾക്ക് PSC അടിച്ചുകൊണ്ട് പോവാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.